അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അമൃത വിദ്യാലയത്തിലെ കാർത്തി വി എന്ന സുന്ദരിക്കുട്ടി നമ്മുടെ മുന്നിലേക്ക് ഒരു കുഞ്ഞ് ഡാൻസ് പെർഫോമൻസുമായി എത്തുന്നു. കുക്കുരു ആകെപ്പാടൊരു കുക്കുരുവിന്റെ അത്രയേ ഉള്ളൂ. അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇത് ഇത്രയും പീക്കിരിയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആൻഡ് മോളെ അടിച്ചു തകർത്തു. അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ആയിരുന്നു അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ കാർത്തിക്കുട്ടിക്ക് ഒരു അടിപൊളി കൈയടിയും കൂടെ. യെസ്, അടുത്തതായിട്ട് വേദിയിലേക്ക് ഒരു 1 man ഷോയുമായി എത്തുന്നു സുജിത് ചാത്തന്നൂർ. സുജിത്തെ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. അപ്പൊ സുജിത്ത് പ്രൊഫഷണൽ ആയിട്ട് ഇത്തരം പെർഫോമൻസുകൾ ചെയ്യുന്ന ആളാണോ, അത് വേറെ എന്തെങ്കിലും കൂടെ ആക്ടിവിറ്റി ഉണ്ടോ കൂടെ? ഞാൻ തബലിസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ മിമിക്രിയോട് ഭയങ്കര താല്പര്യം. മിമിക്രിയോടുള്ള താല്പര്യം കൊണ്ട് അപ്പൊ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? സ്റ്റാർസ് ആണോ? 3 സ്റ്റാർസും പിന്നെ 2 സിംഗേഴ്സിന്റെ വോയിസും. ഓക്കെ, കേട്ട് നോക്കാം. ശരി, ആദ്യമായി ഇന്ദ്രജിത്തിന്റെ വോയിസ് ആണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. 10-12 വർഷമായില്ലേ നമ്പൂരിച്ച സർവീസിൽ കയറിയിട്ട്. ഇതുവരെ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ രീതി അറിയില്ലല്ലോ. ഇങ്ങോട്ട് മാറി. എന്താണ് നിന്റെ പേര്? വട്ടപ്പേര് പറടാ. മീശ മാധവൻ. കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ നാളെ കാണുമ്പോൾ ആ മീശ അവിടെ കാണരുത്. വടിച്ചേച്ച് വരണം. ക്ലീൻ ഷേവ് കേട്ടോടാ. കൊള്ളാം. ഇനി അടുത്തതാരാണ്? ഇനി ശ്രീ പ്രൊഫസർ മുതുകാടിന്റെ വോയിസ്. ഓക്കെ, ശ്രീ ഗോപിനാഥ് മുതുകാട്. നമസ്കാരം. ഇന്ന് വിഷ്ണുമോന് അങ്കിൾ ഒരു മാജിക് കാട്ടിത്തരാൻ പോവുകയാണ്.
മോൻ സുജു മാമിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2000 രൂപയുടെ നോട്ട് വാങ്ങി അങ്കിളിനെ തരിക. റൈറ്റ്. ഇനി വേണു അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2000 രൂപയുടെ നോട്ട് വാങ്ങി അങ്കിളിനെ തരിക. റൈറ്റ്. ഈ 2 നോട്ടുകളും കൂടി അങ്കിൾ മടക്കി ചുരുട്ടി അങ്കിളുടെ പോക്കറ്റിൽ വയ്ക്കുകയാണ്. ഈ നോട്ട് ഇനി അങ്കിൾ തിരിച്ചു തരുന്നതല്ല. ഇതിനെ മാജിക്കിൽ കൂടുവിട്ട് കൂടുമാറ്റം എന്ന് പറയും. റൈറ്റ്. ഓക്കെ, ഗുഡ് ജോബ്. ഇനി അടുത്തതാരാണ്? അടുത്തതായി റിയാസ് ഖാൻ്റെ വോയിസ്. റിയാസ് ഖാന്റെ വോയിസ്. ഓക്കെ. എന്താ പഠിപ്പിച്ചിട്ട് എത്ര കാലമായി, എത്ര ക്യാഷ് മുടക്കലതാ. ചീങ്കടി ജോസ് എന്ന പേര് മാറി ദുബായ് ജോസ് എന്ന പേര് കിട്ടിയില്ലേ, അത് തന്നെ വലിയ ധാരാളം. എല്ലാവർക്കും പോരട്ടെ കപ്പയും കരിമീനും അടിച്ച് കയറുവാ മോനെ. ഓക്കെ, വെരി ഗുഡ്. ഇനി സിംഗേഴ്സിന്റെ വോയിസ് ആണ്. സിംഗേഴ്സിൻ്റെ വോയിസ്. ആരൊക്കെയാണ്? നാദിർഷ, പി ജയചന്ദ്രൻ സാർ. ഓക്കെ. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? നാദിർഷക്കടെ ഹൽവയെക്കുറിച്ച് പാടിയ ഒരു പാട്ട്. ഹൽവയെ കുറിച്ച് പാടിയ പാട്ടാ. ഓക്കെ. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ളലുവ, വെളുത്തലുവ, ചുമന്നലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ, നല്ല മൈദാ നെയ്യ് ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ളലുവ, വെളുത്തലുവ, ചുമന്നലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ, നല്ല മൈദാ നെയ്യ് ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. അടിപൊളി. ഇനി ജയചന്ദ്രൻ സാറിന്റെ ശബ്ദം. മലയാളത്തിന്റെ ഭാവഗായകൻ ജയചന്ദ്രൻ. വളരെ നന്നായിരുന്നു മോനെ, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ചെയ്ത തബലിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം പാട്ട് പാടും, സംഗീതമായിട്ട് ബന്ധമുണ്ടാവുന്നു. അപ്പോൾ തന്നെ അത് പറഞ്ഞപ്പോൾ അറിയാം നന്നായിട്ട് പാടും എന്നുള്ളത്. പിന്നെ ജയചന്ദ്രൻ സാറിൻ്റെ പാട്ട് നല്ല കറക്റ്റ് വോയിസ് ആയിരുന്നു, നന്നായിരുന്നു. പിന്നെ ചെയ്ത സ്റ്റാറുകളും എല്ലാം മെച്ചമായിരുന്നു. ഒരു തികഞ്ഞ കലാകാരനാണെന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു. കാരണം അടിപൊളി പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ അതങ്ങ് പൊക്കോളും. മലയാളം പാടണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കഴിവുകളൊക്കെ വേണം. കാരണം അതിൻ്റെ വൃഗകളൊക്കെ ഒരുപാടുണ്ടാവും. അത് പാടുമ്പോൾ വ്യക്തമായി കിട്ടും. ആ പാട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അത് അത്രയ്ക്കും പെർഫോം ചെയ്ത് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തികഞ്ഞ ഒരു കലാകാരനാണ്. പ്രത്യേകിച്ച് വേറെ സംഭവമുണ്ട്, മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ പാട്ട് പാടുന്നവരാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ പാട്ട് പാടുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓക്കെ സുജിത്, നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.